തിരുവനന്തപുരം അമ്പൂരി ഗ്രാമപഞ്ചായത്തിലെ ആദിവാസി ജനതയുടെ പതിറ്റാണ്ടുകളായുള്ള സ്വപ്നമായ കുമ്പിച്ചൽ കടവ് പാലം യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുകയാണ്. 4 തലമുറയോളം വള്ളത്തെ മാത്രം ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന വനമേഖലയെ അമ്പൂരിയുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ് കുമ്പിച്ചൽ കടവ് പാലം വരുന്നത്. പാലത്തിന്റെ അവസാനഘട്ട പണികൾ പുരോഗമിക്കുമ്പോൾ പ്രദേശവാസികളും വളരെയധികം സന്തോഷത്തിലാണ്. അമ്പൂരി ഗ്രാമപഞ്ചായത്തിനെ 11ഓളം വരുന്ന ആദിവാസി നഗറുകളെ ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട പാലമാണ് കുമ്പിച്ചൽ കടവ്. ഒരു ജനതയുടെ പതിറ്റാണ്ടുകളായിട്ടുള്ള സ്വപ്നം കൂടിയായിരുന്നു. ഇന്നിപ്പോൾ നമുക്ക് ഒപ്പം ചേരുന്നത് ഈ നാടിൻ്റെ മുൻ ജനപ്രതിനിധി കൂടിയായിട്ടുള്ള ഷിബുചേട്ടനാണ്. എന്ത് തോന്നുന്നു മനസ്സിൽ? വളരെ സന്തോഷമാണ് തോന്നുന്നത്. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു കുളിർമ തോന്നുന്ന രീതിയിലേക്ക്. കാരണം നമുക്ക് രാത്രി ഒരാൾ ആശുപത്രി പോകുന്ന രീതിക്ക് നമ്മളെ വിളിച്ച് ബുദ്ധിമുട്ടാണ് പറയുമ്പം നമ്മൾ ആ ഒരു മാനസികാവസ്ഥയെ മാറി പെട്ടെന്ന് ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഓടി ഞങ്ങൾക്ക് എത്താനും തിരിച്ച് അവരെ ഹോസ്പിറ്റലിൽ എത്താനും ഈ പാലത്തിലൂടെ സാധിച്ചു. 36.25 മീറ്റർ വീതമുള്ള 7 സ്പാനുകളിലായാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത്. 253.4 മീറ്റർ നീളത്തിലും 11 മീറ്റർ വീതിയുമുള്ള പാലത്തിൽ 8 മീറ്റർ വീതിയിൽ റോഡും നടപ്പാതയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാലത്തിന്റെ ഇരുവശത്തും അപ്രോച്ച് റോഡ് നിർമ്മിക്കും. ആറ്റിലെ കടവിലേക്ക് ഇറങ്ങുന്നതിനായി 4 മീറ്റർ വീതിയിൽ സർവീസ് റോഡും സജ്ജമാക്കും. അച്ഛൻ്റെ കാലം തൊട്ടേ ഇവിടെ പാലം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പല സർക്കാർ വരുന്ന സമയത്ത് കയറി ഇറങ്ങിയൊക്കെ നടന്നിട്ടുള്ളതാണ്. CK അതിന് മുൻകൈയെടുത്ത് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. പുള്ളി വന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ പാലം കിട്ടാൻ കാര്യം. ഞങ്ങൾ വർഷങ്ങളെ കൊണ്ട് ആലോചിക്കുന്ന ഒരു ആവശ്യമായിരുന്നു. അതിപ്പം ഞങ്ങൾക്ക് നടത്തി കിട്ടാനിട്ടുണ്ട്. കിഫ്ബിയുടെ ധനസഹായത്തോടെ 19 കോടി രൂപ മുടക്കിയാണ് പാലം നിർമ്മിക്കുന്നത്. നെയ്യാർ സംഭരണിയിൽ ഉൾപ്പെടുന്ന കരിപ്പയാറിന് കുറുകെയുള്ള പാലം ആദിവാസി നഗരങ്ങളിൽ താമസിക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് പ്രയോജനകരമാകും. അമ്പൂരി ഗ്രാമപഞ്ചായത്തിലെ കഴിഞ്ഞ 27 വർഷമായി ഇവിടുത്തെ കടത്തുകാരനാണ് ഷാജിച്ചേട്ടൻ. ഷാജിച്ചേട്ടൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. കുമ്പിച്ചൽ കടവ് പാലം യാഥാർത്ഥ്യമാവുകയാണ്. മനസ്സിൽ ഒരുപാട് സന്തോഷമുണ്ടെന്ന് അറിയാം. ഒരു കടത്തുകാരൻ എന്ന നിലയിൽ എന്തൊക്കെ ഓർമ്മകളുണ്ട് ശരിക്കും ഈ കാലയളവിൽ? സന്തോഷം തന്നെ. പാലം വരുന്നതിൽ ഏറ്റവും കൂടുതൽ ഞങ്ങളെ തലമുറ അപ്പൻ്റെ കാലം മുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെ പാലം വരണമെന്ന് എല്ലാവരും ആഗ്രഹിക്കും. ഞാനും അത് തന്നെ ആഗ്രഹിക്കുകയാണ്. പാലം വരണമെന്ന് നാടിൻ്റെ നന്മയും നാടിൻ്റെ വികസനങ്ങളും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് നമ്മുടെ ഈ CKയിൽ കൂടെ ഇവിടെ യാഥാർത്ഥ്യമാകുന്നതിൽ വളരെ സന്തോഷമുണ്ട്. കുമ്പിച്ചൽ കടവ് പാലത്തെക്കുറിച്ച് ഇവിടുത്തെ ജനങ്ങളോട് ചോദിക്കുമ്പോൾ അവരുടെ വാക്കുകളിൽ അധികമായി കേൾക്കുന്ന 2 അക്ഷരമാണ് CK. പാറശാല നിയോജക മണ്ഡലത്തിലെ MLA കൂടിയായ CK ഹരീന്ദ്രനെ കുറിച്ചാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് ഏറ്റവും അധികം പറയാനുള്ളത്. കാരണം ഒരു ജനതയുടെ പതിറ്റാണ്ടുകളായിട്ടുള്ള സ്വപ്നത്തിനൊപ്പം ഒരു ജനപ്രതിനിധി കൂടെ നിന്ന് സ്വപ്നം കണ്ടതിൻ്റെ ഫലമാണ് എൻ്റെ ഈ പുറകിൽ കാണുന്ന കുമ്പിച്ചൽ കടവ് പാലം. ഇനി 1.5 മാസം കഴിയുമ്പോൾ ആ പാലം യാഥാർത്ഥ്യമാകുന്നതിൻ്റെ സന്തോഷത്തിലാണ് ഈ നാട്ടിലെ ജനങ്ങൾ ഒന്നടങ്കം. വീഡിയോ ജേർണലിസ്റ്റ് റീജുവിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.